നമസ്കാരം 140 ന്യൂസിലേക്ക് സ്വാഗതം. ഇറാൻ യുദ്ധത്തിൽ US മുൻഗണനകൾ മാറ്റുന്നു. ഇറാൻ യുദ്ധത്തിൽ അമേരിക്ക തങ്ങളുടെ പ്രധാന മുൻഗണനകൾ മാറ്റുന്നു. ഇറാൻ ആണവായുധം സ്വന്തമാക്കുന്നത് തടയുന്നതിനേക്കാൾ അമേരിക്കക്കാർക്ക് കുറഞ്ഞ വിലയിൽ ക്രൂഡ് ഓയിലും ഇന്ധനവും ലഭ്യമാക്കുന്നതിനാണ് ഇപ്പോൾ ഒന്നാമത്തെ പരിഗണനയെന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധിയെ തുടർന്ന് എണ്ണവില നിയന്ത്രിക്കാൻ US ശ്രമിക്കുന്നതിനിടെയാണ് ഈ നിലപാട് മാറ്റം. അതേസമയം പശ്ചിമേഷ്യയിൽ 250 ദിവസത്തിലധികമായി വിന്യസിച്ചിരിക്കുന്ന USS അബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പലിലെ നാവികരുടെ കടുത്ത മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്ത് കപ്പൽ പിൻവലിക്കുകയാണ്. പകരം USS ജോർജ് വാഷിംഗ്ടൺ മിഡിൽ ഈസ്റ്റിലേക്ക് യാത്ര തിരിച്ചു കഴിഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടയിൽ ഇറാൻ പ്രസിഡന്റ് ഇന്ത്യയിലെത്തുന്നു. പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾ രൂക്ഷമായി തുടരുന്നതിനിടെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയൻ ഇന്ത്യയിലെത്തുന്നു. സെപ്റ്റംബറിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന 18ാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് അദ്ദേഹത്തിന്റെ സന്ദർശനം. 2024 ബ്രിക്സിലെ പൂർണ്ണ അംഗമായ ഇറാന്റെ തലവൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തിയേക്കും. പശ്ചിമേഷ്യയിലെ സൈനിക നടപടികൾ അവസാനിപ്പിച്ച് ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്താൻ ഇന്ത്യ നടത്തുന്ന ഏത് ക്രിയാത്മക ഇടപെടലിനെയും സ്വാഗതം ചെയ്യുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. ഹോർമൂസ് കടലിടുക്കിലെ വാണിജ്യ സുരക്ഷ ഉറപ്പാക്കുമെന്നും ഇറാൻ അറിയിച്ചിട്ടുണ്ട്. 600 കോടി രൂപയുടെ മയക്കുമരുന്ന് കേസിലെ മുഖ്യകണ്ണി വീരേന്ദർ സിംഗ് ബൈസോയെ ദുബായിൽ നിന്ന് ഇന്ത്യയിലെത്തിച്ചു. അന്താരാഷ്ട്ര മയക്കുമരുന്ന് സംഘത്തിലെ പ്രധാനിയായ വീരേന്ദ്ര സിംഗ് ബൈസോയെ ദുബായിൽ നിന്ന് ഇന്ത്യയിലെത്തിച്ചു. പൂനെയിലെ 600 കോടി രൂപയുടെ മയക്കുമരുന്ന് കേസിലെ മുഖ്യകണ്ണിയായ ഇയാൾക്കെതിരെ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. ഡൽഹിയിൽ എയർ ഇന്ത്യ വിമാനത്തിലാണ് കേന്ദ്ര സർക്കാർ മുൻകൈയെടുത്ത് ഇയാളെ എത്തിച്ചത്. ഡൽഹി പോലീസ് പിടികൂടിയ 13,000 കോടി രൂപയുടെ ലഹരി കേസിലെ പ്രധാന പ്രതി സന്ദീപ് ദുനിയയുടെ അടുത്തയാളാണ് ബൈസോയ. ലഹരി മാഫിയകൾ എവിടെ ഒളിച്ചാലും രക്ഷയില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രതികരിച്ചു. സ്വാതന്ത്ര്യ ദിനാഘോഷം പ്രമാണിച്ച് രാജ്യത്തെ വിമാനത്താവളങ്ങളിൽ സുരക്ഷ ശക്തമാക്കി. ഇന്ത്യയുടെ 80ാം സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി രാജ്യത്തെ വിമാനത്താവളങ്ങളിൽ സുരക്ഷാ പരിശോധന കർശനമാക്കി. ഈ ദിവസം 10 മുതൽ 20 വരെയാണ് അധിക സുരക്ഷാ നടപടികൾ നിലവിലുള്ളത്. ഡൽഹി, മുംബൈ, തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള വിമാനത്താവളങ്ങളിൽ പരിശോധനകൾക്ക് കൂടുതൽ സമയമെടുക്കാൻ സാധ്യതയുള്ളതിനാൽ ആഭ്യന്തര ഗൾഫ് യാത്രക്കാർ സാധാരണയേക്കാൾ നേരത്തെ വിമാനത്താവളത്തിൽ എത്തണമെന്ന് വിമാന കമ്പനികൾ നിർദ്ദേശിച്ചു. എയർ ഇന്ത്യ, ഇൻഡിഗോ, സ്പൈസ് ജെറ്റ് തുടങ്ങിയ കമ്പനികൾ യാത്രക്കാർക്ക് ബോർഡിംഗ് പാസും തിരിച്ചറിയൽ രേഖകളും മുൻകൂട്ടി കൈവശം കരുതാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് തുടക്കമായി. ജനസൗഹൃദ പോലീസ് സംവിധാനത്തിന് പുതിയ മുഖം നൽകുന്ന മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്തെ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മൈ പോലീസ് സ്റ്റേഷൻ ലോഗോയുടെ പ്രകാശനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. ലഹരിക്കെതിരെ ഓപ്പറേഷൻ തൂഫാൻ ആഞ്ഞടിച്ചതുപോലെ ജനങ്ങളുടെ ഹൃദയത്തിൽ പോലീസിന് മികച്ച സ്ഥാനം നേടാൻ മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് സാധിക്കട്ടെ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പോലീസ് സൗഹൃദപരമായി പെരുമാറുന്നതിനോടൊപ്പം നിയമം ലംഘിക്കുന്നവർക്ക് പോലീസ് അന്വേഷിച്ച് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന ഭയവും ഉണ്ടാകണം. ലോകത്തെ കുറ്റവാളികൾ കൂടുതൽ നൂതനമായ രീതികൾ സ്വീകരിക്കുകയാണ്. കുറ്റകൃത്യങ്ങളുടെ സ്വഭാവത്തിലും മാറ്റം വന്നിട്ടുണ്ട്. അതിനനുസരിച്ച് പോലീസിന്റെ പ്രവർത്തന രീതിയിലും മാറ്റം വരണം. പോലീസ് നമ്മുടെ സുഹൃത്തും ബന്ധുവുമാണെന്ന ബോധം ജനങ്ങളിൽ വളർത്തുന്നതിനുള്ള ശ്രമങ്ങൾക്ക് ആഭ്യന്തരമന്ത്രിയെ അഭിനന്ദിക്കുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു. UPSC റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റിനു മുന്നിൽ നടത്തി വന്നിരുന്ന സമരം പിൻവലിച്ചു. വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീനുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് 17 ദിവസമായി നടത്തി വന്നിരുന്ന സമരം പിൻവലിച്ചത്. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാതെ PSC നിരന്തരം നോട്ടിഫിക്കേഷൻ വിളിക്കുന്നത് നിർത്തിവെക്കണമെന്ന റാങ്ക് ഹോൾഡേഴ്സിന്റെ ആവശ്യവും റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയുന്ന വേളയിൽ കൂടുതൽ പേർക്ക് നിയമനം ലഭിക്കുന്നതിന് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടുന്ന കാര്യവും അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് മന്ത്രി സമരക്കാർക്ക് ഉറപ്പ് നൽകി. ഖനന നിയന്ത്രണ ഭേദഗതി ബില്ലിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ്.
കേന്ദ്ര സർക്കാർ പാസാക്കിയ ഖനന നിയന്ത്രണ ഭേദഗതി ബില്ലിനെതിരെ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. രാജ്യത്തിന്റെ ഫെഡറൽ തത്വങ്ങളെയും സംസ്ഥാനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങളുടെയും ലംഘനമാണെന്നും പിണറായി പറഞ്ഞു. ഭരണഘടന പ്രകാരം സംസ്ഥാനങ്ങളുടെ പരിധിയിൽ വരുന്ന ധാതുവിഭവങ്ങളിലും ഭൂമിയിലും അധിക നികുതിയോ സെസ്സോ ഈടാക്കാനുള്ള അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് ഈ നിയമനിർമ്മാണം. സംസ്ഥാന താൽപര്യങ്ങൾക്കെതിരും ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് നിരക്കാത്തതുമായ ഈ ഭേദഗതി വ്യവസ്ഥകൾക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ UDF സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കാലാവസ്ഥാ വ്യതിയാനങ്ങളും പ്രകൃതി ദുരന്തങ്ങളും മഴക്കെടുതികളും പ്രളയവും ശാസ്ത്രീയമായി പരിശോധിക്കാൻ കേരള ഫ്ലഡ് റെസിലിയൻസ് ഇനിഷ്യേറ്റീവ് നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ ഒരുങ്ങുന്നു. ഇതിന്റെ ഭാഗമായി IIT-കളിലെ വിദഗ്ധർ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന വിധത്തിൽ അത്യാധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി മികച്ച പ്രളയ പ്രതിരോധ സംവിധാനം സംബന്ധിച്ച സമഗ്ര രൂപരേഖ IIT റൂർക്കി, IIT പാലക്കാട്, IIT കോട്ടയം എന്നിവിടങ്ങളിലെ വിദഗ്ധർ അടങ്ങിയ സംഘം മുഖ്യമന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിച്ചു. അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിലെടുത്ത് കുട്ടമ്പുഴ പോലീസ്. കോതമംഗലം ഊന്നുകൽ SHOമാരെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഭീഷണിപ്പെടുത്തിയ കേസിൽ അർജുൻ ആയങ്കിയെ എറണാകുളം കുട്ടമ്പുഴ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തലശ്ശേരി സബ് ജയിലിൽ നിന്ന് പ്രൊഡക്ഷൻ വാറണ്ട് ഹാജരാക്കിയ ശേഷമാണ് കസ്റ്റഡിയിലെടുത്തത്. ആഭ്യന്തരമന്ത്രിയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അവഹേളിച്ച കേസിൽ പോലീസ് കസ്റ്റഡിയിലായിരുന്ന അർജുൻ ആയങ്കിയെ ഇന്ന് കാലത്താണ് തിരികെ തലശ്ശേരി CJM കോടതിയിൽ ഹാജരാക്കിയത്. അർജുനെ കോടതി വീണ്ടും റിമാൻഡ് ചെയ്തതിന് പിന്നാലെ കുട്ടമ്പുഴ പോലീസ് ജയിലിലെത്തുകയായിരുന്നു. നഴ്സിംഗ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു. അധ്യാപകരുടെ മാനസിക പീഡനമെന്ന് കുടുംബം. കൊല്ലത്തെ ഓച്ചിറയിൽ നഴ്സിംഗ് വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കരുനാഗപ്പള്ളി ആലങ്കടവ് സ്വദേശി അഹമ്മദ് നജാദാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെയാണ് വീട്ടിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. സ്വകാര്യ നഴ്സിംഗ് കോളേജിലെ 2ാം വർഷ BSc വിദ്യാർത്ഥിയാണ്. അധ്യാപകരുടെ മാനസിക പീഡനത്തെ തുടർന്നാണ് അഹമ്മദ് നജാദ് ജീവനൊടുക്കിയതെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. കഴിഞ്ഞ പരീക്ഷയിൽ അഹമ്മദ് നജാദിന് മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ അധ്യാപകർ മാനസികമായി പീഡിപ്പിച്ചെന്നും തുടർന്നുള്ള പരീക്ഷകൾ എഴുതാൻ അനുവദിച്ചില്ലെന്നും പറഞ്ഞിരുന്നതായും ബന്ധുക്കൾ പറയുന്നു. ഇതിൽ മനംതൊന്നാണ് അഹമ്മദ് നജാദ് ജീവനൊടുക്കിയതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം.